ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ അവിടെ നിന്ന് ജോലിയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണി ഭയങ്കര കലിപ്പി നിൽക്കുവാണ് കേട്ടോ. അതേ സമയത്ത് പ്രകാശനോട് പറയുന്നുണ്ട് ഇവിടെ ഒരു ജോലിയില്ല. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് ഇവിടെ മോളുടെ ഡ്രൈവറായിട്ടൊരു ഒഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും കൂടെ പ്രകാശനോട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. പ്രകാശിൻ്റെ ഭാര്യയും കല്യാണിയും കൂടെ നിന്നിട്ട് ഇതെല്ലാം കേട്ടിട്ടും പ്രകാശന് നിയന്ത്രണം വിടുന്നുണ്ടെങ്കിലും പ്രകാശനം എല്ലാം നിന്ന് കേൾക്കും കേട്ടോ. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ലാന്നല്ലേ പറഞ്ഞു, പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തിനാ ജോലി ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലാസ്റ്റ് പ്രകാശം പറയുന്നുണ്ടോ എപ്പോഴും മനുഷ്യർ ഒരേപോലെ ആയിരിക്കുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇവർ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇവർ ഭയങ്കര ഒട്ടും സ്വീകാര്യമല്ലാത്ത രീതിയിൽ തന്നെയാണ് പ്രകാശനെ ട്രീറ്റ് ചെയ്യുന്നത്. അതെല്ലാം കണ്ട് മടുത്ത് പ്രകാശൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. പോയിട്ട് നേരെ അപ്പുറം അമ്മൂമ്മ ഉണ്ടല്ലോ സരയുടെ വീട്ടിൽ, അവിടെ ചെല്ലുകയാണ് കേട്ടോ പണി ചെയ്യുന്നിടത്ത്. അപ്പോൾ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മോനെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ആ രാഹുലിന് ശാരിയുടെ കഴുത്തേ കയറി പിടിച്ചു, അപ്പം അതുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയത്, എപ്പം വേണേലും തിരിച്ചു വരാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല അമ്മ, ഞാൻ അപ്പുറത്തൊരു ജോലി ചോദിക്കാൻ വേണ്ടി പോയതാണ്. അമ്മയുടെ മരുമോളായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിച്ചത്, അവളൊക്കെ ഇപ്പം മാറിപ്പോയി മോനെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ ഭാനുമതി. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രകാശം പറയുകയാണ് അവളുടെ ഒന്നും കാല് പിടിക്കാൻ വേണ്ടി പോയതല്ലായിരുന്നു, എനിക്ക് കുറച്ച് ലക്ഷ്യമുണ്ടായിരുന്നു, അവളുടെ കൂടെ നിന്ന് ആ കല്യാണീനെ ഒരവസരം കിട്ടുമ്പോൾ വകവരുത്താനായിരുന്നു എൻ്റെ ഇത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ പോയി സമാധാനമായിട്ട് എവിടെയുള്ള റെസ്റ്റ് എടുക്കടാ, നിൻ്റെ ചങ്കൊന്നും ഉറച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നുണ്ട് എൻ്റെ മോൻ അവനവിടെ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ, എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് പ്രകാശനെ ഫോളോ ചെയ്യുന്ന പുള്ളിക്കാരി വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി പ്രകാശം വരുന്നതും പോകുന്നതും ഒക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന രൂപയുടെയും ചന്ദ്രസേനൻ്റെ അടുത്ത് നമ്മുടെ കിരണും കല്യാണി പോയി നടന്ന കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രശേഖരനും രൂപയൊക്കെ പറയുന്നുണ്ട് മോളെ ഇനി ഒരിക്കലും തിരിച്ച് പ്രകാശനെ അടുപ്പിച്ചേക്കരുത്, അടുപ്പിച്ച് കഴിഞ്ഞാൽ മോളെ തന്നെ പുള്ളി വകവരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇനി മോള് മനസ്സ് മാറി എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തിന് ഞങ്ങളാരും കൂട്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുമ്പോൾ കല്യാണി പറയാണ് കേട്ടോ ഇല്ല ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ്. അത് കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കല്ലുമോൻ 1 വയസ്സ് കഴിഞ്ഞു, ഇനി കുഞ്ഞിനൊരു കൂട്ടാ വേണ്ട, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കിരൺ പറയുന്നുണ്ട് ബൈജു തിരിച്ച് ആക്സിഡൻറ്റ് കഴിഞ്ഞ് എത്താറായെന്നാണ് പറഞ്ഞേ, അപ്പോൾ അവന് കൺസ്ട്രക്ഷൻ കഴിഞ്ഞൊരു വീട് മാറ്റിയിട്ടിട്ടുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലണ്ണൻ പ്രകാശനെ വിളിക്കുവാണ് കേട്ടോ നീ ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട് ജോലിക്കാണോ അണ്ണാ, എനിക്ക് വർക്ക്ഷോപ്പിൽ ജോലിയൊന്നും പറ്റത്തില്ല, അതൊക്കെ ഇങ്ങ് വാ ഞാൻ വിശദമായിട്ട് പറയാം, വേറൊരു കാര്യമാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രകാശൻ അങ്ങോട്ട് പോകട്ടോ. പിന്നെ നമ്മുടെ ഭാനുമതി മുത്തശ്ശി നമ്മുടെ കല്യാണിയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. കല്യാണി വീട്ടിൽ വന്നിട്ട് മരുമോളെയും കൊച്ചുമോളെയും ഒക്കെ വെല്ലുവിളിക്കുവാണ് കേട്ടോ. നമ്മുടെ കിരണും അവിടെയുണ്ട്. അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഒക്കെ ഇപ്പം വലിയ ആൾക്കാരായിപ്പോയി, എന്നിട്ട് നമ്മുടെ കല്യാണിനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ വലിയ ചിത്രകാരിയല്ലേ, നീ ഒരു ദിവസം പടം ആകൂടി എന്നൊക്കെ നമ്മുടെ കല്യാണീനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇവരൊന്നും മിണ്ടുന്നില്ല. ഇവർ പറയുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും അമ്പലം നോക്കി വെച്ചോ, വയസ്സാങ്കാലത്ത് അന്നദാനം കിട്ടുന്ന ഏതെങ്കിലും അമ്പലത്തിൽ നിൽക്കേണ്ട വരും എന്നൊക്കെ പറയുമ്പോഴേക്കും നീ അത്രയും കാലമൊന്നും ഉണ്ടാവുമല്ലടി കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാനുമതി മുത്തശ്ശി നാക്ക് കേട്ടിട്ട് പറയും കേട്ടോ എൻ്റെ കരുനാക്കാ നീ നോക്കിക്കോ, നീയൊന്നും കുണം പിടിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും